കോവയ്ക്കെല്ലാം ഇതുപോലെ ഇങ്ങനെ ചരിച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നതിനായിട്ട് 4 പച്ചമുളക് ഇതുപോലെ നെടുകെ കീറിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-8 ചെറിയ ഉള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയാണ് വേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ പച്ചമുളകും ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയ ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യണം. വീണ്ടും മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. കോവയ്ക്ക നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. 10 മിനിറ്റ് സമയം മതി കോവയ്ക്ക വേവാനായിട്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി റെഡിയായി കഴിയും.